ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പനിയും സുഖമില്ലാതൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ആ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐഫ ചിക്കന് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ ഞാനൊരു ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ചിക്കൻ അങ്ങനെ 4 പീസാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് രാവിലെ ഒരു 9 മണിക്കൊക്കെയാണ് കേട്ടോ ഞാനിതൊന്ന് മസാല പുരട്ടി വെക്കണത്. പിന്നെ ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. ഒരു 7:30 ടൈമിനാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അത്രയും ടൈം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി കൊടുന്നേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ മുളക് പൊടി എരിവ് കുറവുള്ളതായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ അമ്മമ്മയാണ് ഇതൊക്കെ റെഡിയാക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ റെസിപ്പി സാധനങ്ങളൊക്കെ അമ്മമ്മക്ക് പറഞ്ഞു കൊടുത്തത് തന്നെയാണ്. അപ്പം അമ്മമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ ചിക്കന് വേറെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അമ്മമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും അമ്മമ്മ അതുപോലെ ചിക്കൻ പുരട്ടി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ചെമ്പട്ടിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണത്. അല്ലാതെ ആ പാത്രം ഫ്രിഡ്ജിൽ കൊള്ളൂല. അതുകൊണ്ട് ഞാനിത് ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് നല്ല പോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ പോവാണ് കേട്ടോ. മിനിമം എങ്ങനെ ആയാലും ഒരു 6-7 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതിന് ശേഷം എടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. രാത്രിയാണ് എടുക്കണത്. അപ്പോൾ കണ്ടോ മസാലയൊക്കെ നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഓരോ പീസായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പത്ത് മറ്റേ പീസും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കണം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വലിയ പീസ് ആയതുകൊണ്ട് മറിച്ചിടാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം മറിച്ചിട്ടതിൻ്റെ ശേഷം അപ്പോൾ ആ ഭാഗം കൂടെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചെറിയ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടും ഇങ്ങനെ ഇടയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനതും കൂടെ മറിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാധികം കൂടി 3 എഗ്ഗിൻ്റെ വെള്ളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ. ഒരു പീസ് ചിക്കനൊക്കെ ഉള്ളെങ്കിൽ ഒരു മുട്ടൻ്റെ വെള്ളം മതി. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പിന്നെ ചീസിൻ്റെ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ചീസും പിന്നെ അതുപോലെ ക്രീമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. മയോണൈസിൻ്റെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചിക്കനൊക്കെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ക്രീം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തിളച്ച് സെറ്റായി വരണം കേട്ടോ. അതൊന്ന് ചൂടായി വരണം. എന്നിട്ടാണ് അതെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനിത് സെറ്റാക്കിയപ്പോഴത്തേന് അപ്പുറത്ത് വെച്ചിട്ടുള്ളതും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഈ പാത്രത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, ഇത് 2 പീസ് ചിക്കനാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ പിന്നെ ഇപ്പൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പാനോട് കഴിച്ചു നോക്കിയെന്ന് പറയണം. അപ്പോൾ ഉപ്പാക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ ഇതിക്ക് നമുക്ക് പൊറോട്ടയോ അതുപോലെ റൊട്ടിയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടോ. ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചതുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.